സദ്ഗുരുവേ ശരണം. നമുക്ക് കേരളത്തിൽ മാത്രം 250 വ്യാഴാഴ്ച പ്രാർത്ഥനാ ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഒരു മാസം സാധാരണയായി 4 വ്യാഴാഴ്ച പ്രാർത്ഥനകളാണ് നടക്കുന്നത്. ഒരു വർഷത്തിൽ 5 മാസത്തിൽ 5 വ്യാഴാഴ്ച പ്രാർത്ഥനകൾ വരും. അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ 13,250 വ്യാഴാഴ്ച പ്രാർത്ഥനകൾ ഒരു വർഷം നടക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്ക് ആവറേജ് 250 രൂപയാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ 33,12,500 രൂപ നമ്മുടെ പരമ്പര വ്യാഴാഴ്ച പ്രാർത്ഥനകൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്. സദ്വശരണം. അപ്പോൾ ഞാൻ എൻ്റെ ബാച്ച് ബോക്സ് ഓഫീസിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിച്ച് വരികയായിരുന്നു, അങ്ങനെ വീഡിയോ ചെയ്ത് വരികയായിരുന്നു. കാരണം അതിൻ്റെ നിജസ്ഥിതികൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പോൾ അതിനിടക്കാണ് ഇപ്പോൾ വേറൊരു മാമാങ്കം നടക്കുന്നത്. എന്നുവെച്ചാൽ ശാന്തിഗിരി പണം തട്ടിപ്പിന് വേണ്ടി ഒരു പുതിയ തന്ത്രം, കപട തന്ത്രം. മറ്റൊന്നുമല്ല, വൺ കണക്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു കുടക്കീഴ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു നമ്മൾ വിചാരിക്കും ഒരു വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഈ ഒരു കുടക്കീഴെന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പിംഗ് മാൾ ഉണ്ടായിരുന്നു. പറഞ്ഞു വലിയൊരു ഷോപ്പിംഗ് മാളായിരുന്നു. എന്നുവെച്ചാൽ ഒരു ഷീറ്റിട്ട ഒരു കെട്ടിടം, ഷീറ്റ് കൊണ്ട് മറച്ചതും അതിൻ്റെ മുകളിൽ ടിൻ ഷീറ്റ് ഇട്ടതും കെട്ടിടം. അതിൻ്റെ അകത്ത് ഒരുപാട് പലചരക്ക് സാധനങ്ങളും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉള്ളൊരു സ്ഥാപനം. അപ്പോൾ അതിനെ ഇവർ നിർത്തലാക്കിയിട്ട് ശാന്തിഗിരി തന്നെ മെയിൻ റോഡിൻ്റെ അവിടെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ, ഇത് ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് 3-ാം നമ്പർ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ, ആശ്രമത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഞാൻ ഈ പറഞ്ഞ കെട്ടിടമുള്ളത്. കെട്ടിടം എന്ന് വെച്ചാൽ ടിൻ ഷീറ്റ് കൊണ്ട് മറച്ച കെട്ടിടം. അതുപോലെ തന്നെ വേറൊരു വെജിറ്റബിൾ സ്റ്റാളും പിന്നെ ഫുഡ് സർവീസ് എന്ന് പറഞ്ഞൊരു മെയിൻ റോഡിൽ തന്നെ പച്ചക്കറി വിൽപ്പനയും അതിനോടനുബന്ധിച്ച് തന്നെ ഫുഡ് വിൽപ്പനയും, വെജിറ്റബിൾ ഫുഡുകൾ വിൽക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട്, അതായത് ഈ എന്താ പറയുക, ശാന്തിഗിരി ഷോപ്പിംഗ് മാൾ എന്ന് പറയുന്നത് നിർജീവ അവസ്ഥയിലായപ്പോൾ ഇതിനെല്ലാം കൂടി ഇടുവാരിപ്പെറുക്കിക്കൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് അവിടെ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നെന്നും പറഞ്ഞൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇവർ ഒരു പത്രസമ്മേളനം പോലെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഗുരുരത്ന എന്ന് പറയുന്നവർ. അപ്പം അതിൽ 2 വശങ്ങളുണ്ട് ഇതിന്. ഒന്ന്, ഈ ശോഷിച്ചൊരു സാധനം ഉണ്ടല്ലോ. 2, ആന മെലിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ ഒരു തൊഴുത്തി കൊണ്ടേ കെട്ടണം. അത് നല്ല പ്രൗഢഗംഭീരമായിരുന്നപ്പോൾ ഒരു തൊഴുത്തി കെട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് 2 തൊഴുത്തി കെട്ടിയത്. ഈ ആന മെലിഞ്ഞ് തൊഴുത്തി കെട്ടുക എന്ന് പറഞ്ഞ പോലെ 2 സ്ഥലത്തും മെലിഞ്ഞപ്പോൾ ആ മെലിഞ്ഞ 2 ആനേനെ ഒരു തൊഴുത്തി കൊണ്ടുവന്ന് ഒരു എന്താ പറയുക, ആനക്കെട്ടില്ല അങ്ങനെ പറയൂലേ നമ്മൾ ആനയെ നിർത്തുന്ന സ്ഥലം, അവിടെ കൊണ്ടുവന്ന് ഒന്ന് ചായയൊക്കെ പൂശി അതിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കുറച്ച് സാധനമൊക്കെ ഇറക്കി വെച്ചിട്ട് അതിനങ്ങനെ നിറച്ച് കാണിക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഈ കച്ചവടം പിടിക്കാനുള്ള ഒരു തന്ത്രപരമായിട്ടൊരു പാർക്ക് പോലെ 2 ആനേനെയൊക്കെ പണിത് വെച്ച് ലുട്ടിലുടുക്ക് പരിപാടികൾ. ഇതിലും വലിയ പാർക്കുകളും കാര്യങ്ങളും ഉള്ളതാണ് ഈ സ്ഥലം, ഈ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് ലൊട്ടിലൊടുക്ക് പരിപാടിയൊക്കെ ചെയ്തിട്ട് പിള്ളേരെയൊക്കെ പറ്റിക്കാനുള്ള പരിപാടി. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഓണക്കാലത്തും എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം, അടിച്ചു പൊളിക്കണം, അത്രയേ ഉള്ളൂ. അതിന് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കേൾക്കാം. ഞാൻ ഈ കമൻറ്റിൽ അത് പിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് അതൊരു ചാനലിൽ വന്നിരിക്കുന്നതാണ്. അത് മൊത്തത്തിൽ നമ്മൾ കാണിക്കുന്നില്ല. അത് കാണേണ്ടവർക്ക് കമൻറ്റിൽ നമ്പർ 1 എന്നിട്ടിട്ട് ഞാൻ ആ ഒരു വീഡിയോ അല്ല ചാനലിൻ്റെ ലിങ്ക് ഇതിൽ ഇത് ചെയ്യാം. എന്നുവെച്ചാൽ ഗുരുരത്നം പത്രസമ്മേളനം പോലെ ഈ ചാനലിൻ്റെ ഒരു മൈക്ക് മാത്രമേ ഉള്ളൂ അവിടെ. ട്രസ്റ്റ്, അതാണ് ശാന്തിഗിരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ഈ റോഡിലൂടെ ദിവസവും കടന്നുപോകും. അത് ഞാനിപ്പോൾ മുഴുവൻ കേൾപ്പിക്കുന്നില്ല. അവൻ എന്താ പറയുക, ഈ ഓണത്തോടനുബന്ധിച്ച് ഇവിടെയുള്ളവർക്കൊക്കെ സഹായിക്കാൻ വേണ്ടി ഭയങ്കര ആതുര സേവനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണുണ്ട്. ഇവർ കഷ്ടപ്പെട്ട് ചെയ്യണുണ്ട് ഭയങ്കരമായിട്ട്. സർവ്വതും ത്യജിച്ച് നിൽക്കുന്ന ആൾക്കാരല്ലേ ഇവർ. അപ്പോൾ ഇവർ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഭയങ്കര ത്യാഗപ്പിടിയാണ് ഇതിന്.
അപ്പോൾ അതിൻ്റെ ഒന്നാം നമ്പറായിട്ട് എൻ്റെ ലിങ്കിൽ ഞാൻ ആ കമൻ്റായിട്ട് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും. അത് ഫുള്ളായിട്ട് കാണണമെന്നുള്ളവർ അവിടെ പോയി കണ്ടാൽ മതി. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതാണ് അതിലും രസകരം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ ആശ്രമത്തിൽ ഇരിക്കുന്ന സന്യാസിനിമാർ വരെ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഈ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ശാന്തിഗിരി ഫ്യൂവൽസിൽ നിന്ന് പെട്രോൾ അടിക്കുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കും. ആ കൂപ്പണുമായിട്ട് ഈ ശാന്തിഗിരിയുടെ വെജിറ്റബിൾ സ്റ്റാളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അങ്ങനെ കുറച്ച് ഐറ്റംസ് പറയുന്നുണ്ട് ഇതിൽ. എന്നുവെച്ചാൽ അവിടെ നിന്ന് കിട്ടിയ നോട്ടീസാണ്. ഞാൻ അവിടെ പോയി പെട്രോൾ അടിക്കാനുണ്ടായ സാഹചര്യം ഞാൻ പറയാം. പക്ഷേ ഇതാണ് അവിടെ കിട്ടിയ നോട്ടീസ്. ആ നോട്ടീസ് എന്ന് വെച്ചാൽ ഇത്തവണ ഓണം ശാന്തിഗിരി കണക്റ്റ് ആകും. ഇത്തവണ ശാന്തിഗിരി കണക്റ്റ് ആകും. എന്ത് കണക്റ്റ്? ശാന്തിഗിരി 1 കണക്ട്. വിവിധ സേവനങ്ങളിലും ആശ്രമത്തിൻ്റെ ഉൽപ്പന്നങ്ങളിലും ആകർഷകമായ ഓണ ഓഫറുകൾ, ഓണം സ്പെഷ്യൽ ഓഫറുകൾ. പച്ചക്കറി ആൻഡ് പഴവർഗ്ഗങ്ങളിൽ വാങ്ങുമ്പോൾ 5% ഇളവ് കിട്ടും. ശാന്തിഗിരി കറി പൗഡറുകൾ വാങ്ങുമ്പോൾ 20% വരെ ഇളവ്. ശാന്തിഗിരി ബേക്കറി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ 10% ഇളവ്. ശാന്തിഗിരി ഹെർബൽ സോപ്പുകൾ 5% ഇളവ്. കങ്ങാടി മരുന്നുകൾക്ക് 5% ഇളവ്. കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് 10% ഇളവ്. ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധൌഷധങ്ങൾക്ക് 10% ഇളവ്. OP കൺസൾട്ടേഷൻ ആൻഡ് ലാബ് പരിശോധനകൾക്ക് 10% ഇളവ്. ശാന്തിഗിരി ഫ്യൂവൽസിന് 500 മുകളിൽ ഇന്ധനം നിറച്ചാൽ സമ്മാന കൂപ്പുകൾ ലഭിക്കുന്നതാണ്. മനസ്സിലായോ? 500 രൂപ മുകളിൽ ശാന്തിഗിരി ഫ്യൂവൽസിൽ നിന്ന് ഇന്ധനം നിറച്ചാൽ ഒരു സമ്മാന കൂപ്പൺ കിട്ടും. അതായത് സമ്മാന കൂപ്പണല്ല, ഡിസ്കൗണ്ട് കൂപ്പൺ. ഈ കൂപ്പൺ സൂക്ഷിച്ചു വെച്ചിട്ട് വേണം അല്ല. ഷോപ്പ് മോർ സേവ് മോർ ഡിസ്കൗണ്ട് കൂപ്പൺ. അതായത് ഓഗസ്റ്റ് 17, 2026 മുതൽ സെപ്റ്റംബർ 16, 2026 വരെ ഏകദേശം ഒരു മാസക്കാലമാണ് ഇത് പറയുന്നത്. അതായത് 2026 സെപ്റ്റംബർ 15 ഗുരുജയന്തിയാണ്. ഗുരുജയന്തിയുടെ പിറ്റേ ദിവസം ഉണ്ടാകുന്നോ ഇവർ പറയുന്നത്. പക്ഷേ ഇതിൽ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഒന്ന് കാണണം. കാരണം ജന്യമാരെ വരെയും പിടിച്ചിറക്കി ആശ്രമത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തിട്ട് ഭയങ്കര സംഭവമായിട്ട് കാണിക്കുന്നത് കണ്ട. ശാന്തിഗിരിയുടെ എല്ലാ സർവീസിനും ചെന്ന് കഴിയുമ്പോൾ ഒരു ഡിസ്കൗണ്ട് ഉണ്ട് ഓണക്കാലത്ത്. ഫുഡ് സർവീസിന് ഫുഡ് കഴിക്കുമ്പോഴും വെജിറ്റബിൾ വാങ്ങുമ്പോഴും മെഡിസിൻ വാങ്ങുമ്പോഴും കറി പൗഡർ വാങ്ങുമ്പോഴും ഒക്കെ ഇത് കാണിച്ചാൽ മതി. ഡീറ്റെയിൽസ് ഉണ്ട്. ശാന്തിഗിരിയുടെ എല്ലാ സർവീസുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഈ ഓണക്കാലത്ത് ഉപഭോക്താവിന് ഓണക്കാല ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാവുന്ന ഒരു രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ശാന്തിഗിരി 1 കണക്ട് എന്ന പേരിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്നതിന് വേണ്ടിയാണ് കേട്ടോ, അല്ലാതെ ഇത് ഇവർക്ക് ലാഭം കൊയ്യാനൊന്നും അല്ല. തെറ്റിദ്ധരിക്കരുതാരും. പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ശാന്തിഗിരി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചപ്പോൾ അവർ പിന്നെ 1000 രൂപയ്ക്ക് മുകളിൽ പെട്രോൾ അടിച്ചിട്ടുണ്ട്. 1000 രൂപ അടിച്ചിട്ടുണ്ട് പെട്രോൾ. എൻ്റെ ഞാൻ ബില്ല് കാണിക്കാം, ഇവിടെ സൈഡിൽ കാണിക്കാം. അവർ ഗൂഗിൾ പേ ചെയ്താണ് ആ സുഹൃത്ത്. അപ്പോൾ ആ ഗൂഗിൾ പേ ചെയ്തിട്ട് ഇത് കൊടുത്തില്ല, ഈ കൂപ്പൺ കൊടുത്തില്ല. 1000 രൂപക്ക് 500 രൂപക്ക് മുകളിൽ ഇതിൽ പറയുന്നത് വെച്ചാൽ 500 രൂപക്ക് മുകളിൽ ഇന്ധനം അടിച്ചാൽ ഇവർ കൊടുക്കുമെന്നാണ് പറയുന്നത് നിർബന്ധമായിട്ട്, അല്ലേ? അപ്പം ആ സുഹൃത്തിന് ഇവർ കൊടുത്തില്ല. അതിൻ്റെ പിന്നെ എന്താ പറയുക, അവർ ബില്ല് പേ ചെയ്തതിൻ്റെ പെട്രോൾ പേ ചെയ്തതിൻ്റെ ഗൂഗിൾ പേ ചെയ്തത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇടാം. അപ്പോൾ ഇതെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ കൂപ്പൺ തണ്ടാണല്ലോ ഇങ്ങനെയുള്ള അവർ പറയുന്നത്. അവർ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അല്ല, കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവരൊന്നും ചോദിച്ചില്ലേ? ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഇതൊന്നും അറിയണമല്ലോ നമ്മൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇന്നലെ ചെന്നിട്ട് എൻ്റെ സ്കൂട്ടറിന് ഞാൻ പെട്രോൾ അടിച്ച് 300 രൂപ അടിച്ച്. ഞാൻ ശാന്തിഗിരിയുടെ പമ്പിൽ കയറാറില്ല, പക്ഷേ ഇന്നലെ ഇതറിയാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ പോയി പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഞാൻ ചോദിച്ച്, പെട്രോൾ അടിച്ചിട്ടും അവർക്ക് യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ എനിക്കറിയില്ല ഇത് 500 രൂപക്ക് മുകളിൽ അടിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ചോദിച്ച് ഇവിടെ ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ടല്ലോ, ഡിസ്കൗണ്ട് കൂപ്പൺ, അതില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതിവിടെ കാണണം, നോക്കട്ടെ. അല്ല, അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചാൽ എന്താണ് അത്? 500 രൂപക്ക് മുകളിൽ അടിച്ചാൽ മാത്രമേ, 500 രൂപക്കെങ്കിലും അടിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ കൂപ്പൺ. അപ്പം ഞാൻ പറഞ്ഞു, ഓ അങ്ങനെയാണ്, എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ആ നോട്ടീസും ഈ കൂപ്പണും കൂടി കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത്, ഇത്
നമ്മൾ അതുകൊണ്ടാണോന്ന് അറിയണമല്ല ഇവർ തരാതിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെന്നിട്ട് ഒരു 1000 രൂപ കൂടി എൻ്റെ വാനിന് പെട്രോൾ അടിച്ചു. പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ടും ഈ നോട്ടീസോ കൂപ്പണോ തരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, കൂപ്പൺ തീർന്നു പോയോ? കൂപ്പൺ ഇല്ലേ, ഒരു നോട്ടീസും കൂപ്പണും കൊടുക്കണ്ടല്ലോ ഇവിടെ. ഓ, അത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അദ്ദേഹം നടന്ന് അപ്പുറത്തെ കൗണ്ടറിൽ പോയി എവിടെ നിന്നൊക്കെയോ തപ്പി ഒരു നോട്ടീസും ഒരു കൂപ്പണും കൂടി കൊണ്ടു തന്നു. മനസ്സിലായി? അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഷോ കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് പെട്രോൾ അടിക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കും അത് ഡിസ്കൗണ്ട് കൂപ്പൺ. ഒന്നത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്, ഞങ്ങൾ ഡിസ്കൗണ്ട് കൂപ്പൺ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, മറ്റേതെന്നൊക്കെ. ചെയ്യാത്ത കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്തിട്ട് അതിനെ പൊലിപ്പിച്ച് കാണിക്കുക എന്ന് പറയും. മനസ്സിലായില്ലേ? ഇവിടെ ഈ സന്യാസിനിമാരെ വരെയും ഇറക്കി റോട്ടിൽ കൊണ്ടുവന്ന് ഈ നോട്ടീസ് കൊടുക്കുക. ഗുരു എത്ര പവിത്രമായിട്ട് അവരെ ആത്മീയ കാര്യങ്ങളിലാണ് കൂടുതൽ ഇടപെടുത്തിയിരുന്നത് സന്യാസിനിമാർ. ഇതൊരുമാതിരി ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്തിനും തുറന്നു വിട്ടേക്കുന്ന രീതിയിലേക്ക് അവരെ ഇദ്ദേഹം ഈ ഗുരുരത്നൻ്റെ ബിസിനസ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അമൃത എന്ന് പറയുന്ന ജന്മിയുടെ ബിസിനസ് മെൻറ്റാലിറ്റി. ബിസിനസ് വേണമെന്നാണ് ഗുരു പറഞ്ഞത്. ബിസിനസ് എന്തിനാണ് ഗുരു പറഞ്ഞിരിക്കുന്ന? ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ ആളുകൾ പ്രാർത്ഥനാ നിർബലമായിട്ട് കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യണം എന്താണ്? സംശുദ്ധമായ സാധനങ്ങൾ എടുത്തിട്ട് വേണം കർമ്മം ചെയ്യാനായിട്ട്. സംശുദ്ധമായെന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്ത, മായമില്ലാത്ത പ്രോഡക്റ്റുകൾ നമ്മുടെ വിപണിയിൽ ഇറങ്ങണം. നമുക്ക് ഒറ്റയടിക്ക് ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രാർത്ഥനാ നിർബലമായ, മായമില്ലാത്ത, കലർപ്പില്ലാത്ത, ശുദ്ധമായ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് ചെറുത് തൊട്ട് വലുത് വരെ. ഇപ്പം ഉദാഹരണത്തിന് സ്നേഹ ഓയിൽ മില്ലിൽ നിന്ന് എണ്ണ, വെളിച്ചെണ്ണ. ഇന്ന് സ്നേഹ ഓയിൽ മില്ല് എന്ന് പറഞ്ഞ സ്ഥാപനം അവിടെ ചത്തതിലൊക്കുമ്പോൾ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ അവസ്ഥ. അവിടെ എണ്ണ ആട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ എണ്ണ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഈ പണ്ടത്തെ പോലെയല്ല. ഇപ്പം എണ്ണ വാങ്ങിക്കാൻ കിട്ടും. ആ വാങ്ങിക്കാൻ കിട്ടുന്ന എണ്ണ എടുത്ത് റീഫിൽ ചെയ്തിട്ട് ശാന്തിയുടെ ലേബർ ഇട്ടിച്ച് പിടിയും. അത് കറി പൗഡർ ആയാലും കൊള്ളാം, ബേക്കറി ഐറ്റംസ് ആയാലും കൊള്ളാം, കൈത്തറി ആയാലും കൊള്ളാം. ശാന്തിഗിരിയുടെ കൈത്തറിയിൽ ഞാൻ വിവരാവകാശം വെച്ചപ്പോൾ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന് കിട്ടിയ 2, അതിന് ലൈസൻസ് ഉണ്ടാകുന്ന പോലും അറിയാൻ പാടില്ല അവർക്ക്. അത് തന്നെയല്ല, 2 തൊഴിലാളികളുള്ളത്. ഈ ലോകം മൊത്തം ശാന്തിയുടെ കൈത്തറി നെയ്ത് വിപണിയിൽ ഇറക്കാൻ വേണ്ടി 2 നെയ്ത്തുകാർ. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇത് പല കമ്പനികൾക്കും കൊടുത്തിട്ട് അവരാണിത് പ്രൊഡക്റ്റ് ചെയ്ത് തന്നിട്ട് ശാന്തിയുടെ കവറും സ്റ്റിക്കറും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്നേഹ ഓയിൽ മില്ലിനായാലും കൊള്ളാം, മറ്റുള്ള ഏത് ഉൽപ്പന്നങ്ങളായാലും കൊള്ളാം. ആയുർവേദം മാത്രം, പിന്നെ അത് തന്നെയല്ല കുറച്ച് യൂണിറ്റുകൾ മാത്രമാണ് ഈ എന്താ പറയുക, ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ. അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റിന് അവർ ഉണ്ടാക്കി ബൾക്കായിട്ട് കുടിക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് റീപാക്കിങ് മാത്രമാണുള്ളത്. അതുപോലെ തന്നെയാണ് കറി പൗഡറും. ഇത് അതർ സ്റ്റേറ്റിൽ സാധനം പൊടിച്ചിട്ട് ബൾക്കായിട്ട് കയറി വരികയും ആ കയറി വരുന്ന സാധനം ഇവിടെ റീഫിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ റീപാക്കിങ് ചെയ്യുന്നു. പക്ഷേ പ്രൊഡക്ഷൻ ഇവർ പറയുന്നത് വെച്ചാൽ എന്താണ്, ഈ കറി പൗഡർ തന്നെയെന്ന് വെച്ചാൽ ഈ മുളകും മല്ലിയും മഞ്ഞളൊക്കെ കഴുകി ഞങ്ങൾ ഉണക്കി തുടച്ച് പൊടിച്ച് അത് ശുദ്ധമായിട്ട് നിറച്ച് ശുദ്ധമായിട്ടാണ് കൊണ്ടെത്തിക്കണേന്ന്. ഒന്നുമില്ല. മനസ്സിലായി? പിന്നെ ഇവർക്ക് ധൈര്യമുണ്ട്. എന്താണെന്നറിയോ, ഇവരുടെ ഒരു പ്രോഡക്റ്റും ഒരിടത്തും പിടിക്കപ്പെടില്ല. പിടിക്കപ്പെട്ടാൽ തന്നെ ഇവർ അതിൻ്റെ മുകളിൽ ആൾക്കാരെ വിളിച്ച് പറയിപ്പിച്ചിട്ട് അതിന് എന്താ പറയുക, തേച്ച് മായ്ച്ച് കളയും. ഒരു ഫുഡ് സേഫ്റ്റിക്കും ഒരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഇടുക്കിയിൽ നിന്ന് കഞ്ചാവ് സുലഭമായിട്ട് ഇവർ കൊണ്ടുവരുന്നുണ്ട് ഇവരുടെ വണ്ടികളിൽ. കാരണം ഈ കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു മെഡിസിന് ആവശ്യമുള്ള സാധനമാണ്. കാരണം ഈ ക്യാൻസർ പോലെയുള്ള എന്തോ ഒരു മെഡിസിന് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ലേബലിൽ ബൾക്കായിട്ട് കൊണ്ടുവരും. അതിന് കുറച്ച് ക്വാണ്ടിറ്റി മതി. ഈ പരിഷ്ടത്തിൽ തന്നെ നമ്മുടെ എന്താ പറയുക, ആൽക്കഹോൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ വാറ്റിയെടുക്കുന്നുണ്ട് അവിടെ. അതിനെ എന്താ പറയുക, അതിനൊരു ചെറിയ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അതിനപ്പുറമാണ് അവർ ഇത് ആൽക്കഹോൾ നിർമ്മിച്ചത്. കൊറോണ കാലത്ത് ഡോസേജ് കൂട്ടി. അപ്പം അരിഷ്ടങ്ങൾക്ക് എല്ലാത്തിലും ഈ പറയുന്ന ആൽക്കഹോൾ ചേരും. എക്സ്ട്രാക്റ്റ് എന്നും പറഞ്ഞാൽ അവിടെ അത് പ്രത്യേകം കുപ്പിയിലാക്കി വാറ്റി അവിടെ വെക്കും. മനസ്സിലായ? ഞാനൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നമ്മളൊക്കെ എന്താ വെച്ചാൽ അത് വഴി പോകുമ്പോൾ അവിടെ ഈ മരിച്ചുപോയ പ്രഭാതൊക്കെയാണ്, ആക്സിഡൻറ്റ് മരിച്ചില്ല, പ്രഭാതൊക്കെ ഒരുപാട്
അത് അരിസ്റ്റർ സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇന്ന് ശാന്തിഗിരിയുടെ സ്റ്റിക്കറും കവറും മാത്രമേ ഉള്ളൂ മാൻ പവറായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം ഗുരുരത്നൻ വേറെ എവിടെയോ അവർക്കതിന് കമ്മീഷൻ കിട്ടും. മനസ്സിലായോ? അവർക്കതിന് ഈ 1 കിലോ പൊടിച്ച് എടുക്കുന്നതിന് ഇത്ര രൂപ ഞങ്ങൾ എടുക്കാം, ഇത്ര രൂപ ഞങ്ങൾക്ക് കമ്മീഷൻ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടനിലക്കാരെ വെച്ചിട്ടുണ്ട് ഗുരുരത്നൻ. എന്നിട്ട് ആ ഇടനിലക്കാരൻ ഇവർ നേരിട്ടല്ലല്ലോ ഇടപാടും, ഓരോ കീ പോയിന്റിലും ഓരോരുത്തരെ വെച്ചിട്ടുണ്ട്. ആ പോയിന്റിൽ അവർ കൈകാര്യം ചെയ്തിട്ട് അതിൻ്റെ ഒരു ഷെയർ അവർക്കും കിട്ടും, ഇവർക്ക് കൊടുക്കുക. അവിടെയൊക്കെ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഗുരുരത്നനും അമൃതക്കും ആവശ്യമുള്ള മെയിൻ അവരുടെ ആൾക്കാരെയാണ് സ്ഥാപിച്ചേക്കുന്നത്. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, അവർക്കും ലാഭം ഇവർക്കും ലാഭം. ഒരിക്കലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്നേഹ ഓയിൽ മില്ല് ഒരു ഓണക്കാലത്ത് 1994 ഞാൻ ഓർക്കും, 94-95 കാലഘട്ടത്തിൽ ഈ പുനലൂർ ബാബുണ്ണൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഗുരു എറണാകുളത്ത് വന്നപ്പോൾ ഞങ്ങൾ അന്ന് ശാന്തിമയമേലുള്ള കുട്ടികളെയൊക്കെ ഏൽപ്പിച്ചത്, ഞാനടക്കമുള്ള. ഗുരു പറഞ്ഞ വെച്ചാൽ ഇവൻ പറഞ്ഞ കേട്ട് നിൽക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പം നമ്മളന്ന് ആ ഓയിൽ മില്ലിൽ പോയി തേങ്ങ വെട്ടുന്നു, അത് ഉണക്കുന്നു, അത് കഴുത്തുന്നു, അത് ആട്ടാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ എടുത്ത് കൊടുക്കുമായിരുന്നു. കാരണം ഒരു ദിവസം നമ്മൾ 2000 തേങ്ങ വരെയൊക്കെ നമ്മൾ പൊതിച്ചിട്ടുണ്ട്, നമ്മൾ കുട്ടികൾ. പക്ഷെ ഞാൻ മാത്രമല്ല, നമ്മുടെ ശാന്തിമയുടെ നേതൃത്വത്തിൽ ഞാനടങ്ങുന്ന ആ ചന്ദ്രൂരിലുള്ള ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു, വിശ്വാസി പിള്ളേർ. അപ്പോൾ അവരെല്ലാം കൂടി ഇത് ചെയ്യുമായിരുന്നു. അപ്പം അന്ന് ഈ ഓണക്കാലത്ത് ഈ എണ്ണ തികയാതെ വരുമെന്ന് കണ്ടപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന കൊപ്രയും നമ്മളെടുത്തിരിക്കുന്ന തേങ്ങ വെട്ടി അത് ഉണക്കി ആട്ടിയാലും എണ്ണ ഷോർട്ടേജ് വരുമെന്ന് കണ്ടപ്പോൾ ബാബുണ്ണൻ എന്ത് ചെയ്തു, ഞാനുമായിട്ടാണ് പോയത്. സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞാൽ അരൂരുള്ള ഒരു മില്ലുണ്ട്, വലിയ എക്സ്പോർട്ടിങ് കമ്പനിയാണ്. ആ സ്നേഹ ഓയിൽ മില്ലൊന്നും അതിൻ്റെ മുമ്പിലൊന്നുമല്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു പെട്ടിക്കട ഇരിക്കണം, അതുപോലെയാണ്. പക്ഷേ നമ്മുടെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. അത് അന്ന് ഭയങ്കര പേരെടുത്തൊരു സംഭവമാണ്. ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ സ്നേഹ ഓയിൽമിൻ്റെ സൈഡിൽ കൂടി പോയാൽ തന്നെ ഭയങ്കര സ്മെല്ലാണ്, നല്ല സ്മെല്ല്. എന്ന് വെച്ചാൽ ആ കൊപ്രയുടെയും ഇത് ആട്ടി വരുന്നൊരു മണമുണ്ട്, നമുക്ക് നല്ല ഇമ്പമുള്ളൊരു സ്മെല്ലായിരുന്നു അതിന്. അപ്പം ഞാനുമായിട്ടാണ് പോയത്. അദ്ദേഹം ഈ പുല്ലൂർ ബാബുണ്ണൻ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ദേവകത്തിൻ്റെ അമ്മായച്ചനാണ്, ഭാര്യയുടെ അച്ഛനാണ്. അപ്പം അദ്ദേഹമായിട്ട് പോയിട്ട് അവിടെ നിന്ന് എത്രയോ ബാറിൽ എണ്ണ എടുത്ത് വെച്ച് നല്ല എണ്ണ തന്നെയാണ്. പക്ഷെ ആ എണ്ണ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ആ ഓണത്തിന് കച്ചവടം ചെയ്തു. അദ്ദേഹത്തിനെ ഗുരു വിളിപ്പിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. കാരണം ഒന്നാമത് അത് ചോദിക്കാതെ ഒരു ബിസിനസ് പരമായിട്ട് ചെയ്തതാണ്. കാരണം ഓണക്കാലത്ത് നമുക്ക് എണ്ണ ഷോർട്ടേജ് വരാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തിലാണ് അത് ചെയ്തത്. പക്ഷെ ഗുരു പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമില്ലാത്തൊരു സാധനം എടുത്ത് നമ്മളത് മറ്റുള്ളവർക്ക് കൊടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും ആര് സമാധാനം പറയും? നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് വെച്ചാൽ പരിശുദ്ധിക്കായി സേവനം. കാരണം പകുതി കർമ്മവും പകുതി ലോകത്തിന് ശുദ്ധി ചെയ്യാനാണ്. കാരണം അതാണ് നമുക്ക് ഓണറിനെ നിശ്ചയിച്ചിരുന്നത് ഗുരു. കാരണം മറ്റുള്ളിടത്ത് 100 രൂപ കൂലിയുള്ളപ്പോൾ നമുക്ക് 50 രൂപ തരുവുള്ളായിരുന്നു ഗുരു. കാരണം ബാക്കി 50 രൂപ എന്ന് പറഞ്ഞാൽ 50 രൂപയുടെ നമ്മുടെ കർമ്മമാണ്. അത് കർമ്മം ചെയ്തതിലൂടെ പുണ്യം സമ്പാദിക്കാനാണ്. മറ്റേ 50 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനാണ്. ജീവിക്കാൻ പണം വേണമല്ലോ. അതാണ് ഗുരു. ആത്മീയതയും അങ്ങനെയാണ് ഗുരു. ഭൗതികവും ആത്മീയവും മിക്സ് ചെയ്താണ് ഗുരുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. മനസ്സിലായില്ലേ? അപ്പം ഭൗതികപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ട് ചെയ്യേണ്ട കാര്യം അതിൻ്റെ പരിശുദ്ധിയിൽ ചെയ്യണമെന്നുള്ളതാണ്. ആ കൺസെപ്റ്റാണ് ഇന്നിവിടെ ഇവർ തകർത്ത്. ഇത് വേറൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ. പക്ഷേ ആ ബാബുണ്ണി ആ ഒരൊറ്റ കാര്യത്തിൽ ഗുരു ആ ചാർജിൽ നിന്ന് മാറാൻ പറഞ്ഞു. മനസ്സിലായോ? സ്നേഹ ഓയിൽ മില്ലിൻ്റെ മാനേജറായിരുന്ന അദ്ദേഹത്തിനോട് ആ ചാർജ് ഒഴിയാൻ പറഞ്ഞു. കാരണം അതൊരു തെറ്റാണ്. ആ തെറ്റ് തിരുത്തണമെങ്കിൽ അത് ഒഴിഞ്ഞിട്ട് മാപ്പ് പറയാൻ പറഞ്ഞു. അദ്ദേഹം അത് ഒഴിഞ്ഞ് മാപ്പ് പറഞ്ഞു. അപ്പം ഇന്ന് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെളിയിൽ നിന്ന് കമ്മീഷനിൽ ഇത് ഏത് എണ്ണയാണെന്നോ എന്തെണ്ണയാണെന്നോ. കാരണം അവിടെ എല്ലാം കച്ചവടം ചെയ്യപ്പെടുന്ന ശാന്തിഗിരി എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ വിശ്വസ്തതയാണ്, ഗുരുവിലുള്ള വിശ്വസ്തയാണ്. അത് മരുന്നിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, മസാലയുടെ കാര്യത്തിലായാലും കൊള്ളാം, പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണയുടെ കാര്യത്തിലായാലും കൊള്ളാം. സമസ്ത മേഖലകളിലും ഗുരുവിൻ്റെ മേലുള്ള വിശ്വാസം ചൂഷണം ചെയ്യുക. ഇതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും ഗുരു ശരീരം പെട്ടിട്ടും ഇപ്പോഴും ഗുരുവിനെ ആയിരിക്കും ആൾക്കാർ അതിൽ പഴിക്കുന്നത്. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ?
അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് നമ്മുടെ ഈ സന്യാസിനിമാരെയൊക്കെ ഇറക്കി ഇങ്ങനെ കച്ചവടം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇറക്കി കേട്ടിട്ട് നമ്മുടെ ഒരു ആത്മബന്ധുവിന് തോന്നിയ ഒരു കാര്യം പറയുന്നത് ഞാനിവിടെ കേൾപ്പിക്കാം. മറ്റൊന്നുമല്ല, ഇത് ഏതൊരു മനുഷ്യനായാലും ഒരു വിഷമം തോന്നും ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് ആ ആത്മബന്ധുവിന് തോന്നിയൊരു കാര്യമാണ് അത് ഞാൻ കേൾപ്പിക്കും. സദ്ഗുരു ശരണം. എന്തൊരു നാണക്കേടാണ് സന്യാസിനിമാരൊക്കെ ആശ്രമത്തിനകത്ത് എന്താ പറയുന്നത്, ഇരുന്ന സന്യാസിനിമാരൊക്കെ റോഡിലിറങ്ങി വണ്ടിക്ക് കൈ കാണിച്ച് കൂപ്പൺ കൊടുക്കുന്നു. ഒന്ന് ആലോചിക്കാണ് ഈ സന്യാസിനിമാരെയൊക്കെ എത്ര അച്ചടക്കത്തിലാണ് ഗുരു അവിടെ വെച്ചിരുന്നത്. ഇനി സന്യാസിമാരായാലും ശരി, സന്യാസിനി എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു ബഹുമാനം ഉണ്ടല്ലോ. അല്ലാതെ അവരിങ്ങനെ കൂപ്പൺ കൊടുത്ത് കച്ചവടം പ്രൊമോട്ട് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് ഈ സന്യാസി എന്നുള്ള ഒരു ഇതിന് ഒട്ടും ചേരുന്നതല്ല. ഭയങ്കര നാണക്കേടായിപ്പോയി. സന്യാസിനിമാരും കൂടെ ഇറങ്ങി വണ്ടിയിൽ കൈ കാണിച്ച് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് പറയുന്നത് ശാന്തിഗിരിയെ തന്നെ മൊത്തത്തിൽ നാണം കെടുത്തുന്ന സംഭവമായിപ്പോയി. എല്ലാവരും ഇതൊന്ന് കസ്റ്റമേഴ്സ്, അതന്നെ അവിടെ നടക്കുന്നത് ബിസിനസ്. കാരണം ഇവിടെ നടക്കുന്ന മൊത്തം ബിസിനസ്, മനസ്സിലായി, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ ഇത് പറഞ്ഞു തന്നെ ഇത് വേറൊരു കാര്യത്തിനോട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പൊ ഇവർ ഈ കാണിക്കുന്ന നാടകങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ്. അത് ഞാൻ പറഞ്ഞു വരാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമാ നടനായ ഭീമൻ രഘു എന്ന് പറയുന്ന അദ്ദേഹം വേറ്റൂർ സ്റ്റാളിൽ നിന്ന് വന്നിച്ചു. ഞാനിത് രണ്ടാമത്തെ ഇതായിട്ട് കമന്റിൽ പിൻ ചെയ്യാം കേട്ടോ. കാരണം അതിൻ്റെ ലിങ്ക് ഈ എന്താ പറയുക, വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ശാന്തിയിൽ വൺ കണക്റ്റിനെ കുറിച്ച് ഈ മുരുസവിധം എന്ന് പറയുന്ന അദ്ദേഹവും മഞ്ഞവേഷധാരിയും പിന്നെ വേറെ ഒരു ജനനിയും ഈ ആൾക്കാരോടൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നതാണ് കച്ചവടത്തിനെ കുറിച്ചൊക്കെ. ഡിസ്കൗണ്ട് കിട്ടുമെന്ന്. അപ്പോൾ അത് രണ്ടാമത്തെ കമൻ്റായിട്ട് പിൻ ചെയ്യാം. ഇനി മൂന്നാമത്തെ കമൻ്റായിട്ടെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ഭീമൻ രഘുചേട്ടൻ വന്നിട്ട് വെജിറ്റബിൾ സ്റ്റാളിൽ നിന്ന് പറയുകയാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം കൊണ്ട് പറയിപ്പിച്ചാണ്. അതൊന്ന് കേട്ട് നോക്കാം നമുക്ക്. അത് മൂന്നാമത്തെ കമന്റ് ആയിട്ട് ഇടാം. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു നോക്കാം. ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നത്, ഞാൻ താമസിക്കുന്നത് അറിയുള്ളൂ. അവിടുന്ന് വണ്ടി എടുത്ത് ഇവിടെ വരാറുണ്ട് എല്ലാ മാസവും. നമുക്ക് അതെന്താന്ന് വെച്ചാല് ഇവിടുത്തെ പച്ചക്കറിയാണ് നമ്മള് പുറത്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടി വിലയും കുറവ്. അത് കൊണ്ടുവന്ന് നമ്മള് സൃഷ്ടി വെച്ചാൽ അത് കേടായി. ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഇവിടെ എന്തായാലും അപ്പൊ ഓണം എന്ന് പറയുമ്പോ ഒരു പാട്ടൊക്കെ പാടിയ പുള്ളി അവിടെ നിന്നുണ്ട്. ഞാൻ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇത് മൂന്നാമത്തെ കമന്റ് ആയിട്ടാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചത് അതിന്റെ ഇടയ്ക്ക് എന്തോ മ്യൂസിക് കൊടുത്തതുകൊണ്ട് അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞില്ല. അദ്ദേഹം ഇവിടെ വന്നാണ് പച്ചക്കറി മേടിക്കുന്നത്. എന്ന് വെച്ചാൽ അത്ര പ്യൂറായിട്ടുള്ള പച്ചക്കറി അവിടെ കിട്ടുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം ഇരുന്നാലും കേടാകത്തില്ലെന്ന്. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അത്രയ്ക്ക് കെമിക്കലുള്ള സാധനമാണ് എവിടെ വെച്ചാലും അത് ചീത്തായിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ശാന്തിഗിരിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആ 25 ഏക്കറിലാണ് ഈ പറയുന്ന പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ പന്നി ശല്യം കാരണം അവിടെ ഒരു കൃഷി നടക്കുന്നില്ല. ഒരിടത്തും ഇവരുടെ ഒരു കൃഷി നടക്കുന്നില്ല. ഇവിടെ വന്നേച്ചും ഓരോരുത്തരും പറയുന്നത് വെച്ചാൽ സവാള, ഉള്ളി എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ കിളിക്കാത്ത എല്ലാ സാധനവും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആൾക്കാരുടെ ഇതെല്ലാം വരവാണ്. മറ്റുള്ള എല്ലാ പച്ചക്കറി കടയിലും വരുന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഉള്ളി, സവാള എല്ലാം ഇവിടെ വരുന്നത്. അല്ലാതെ ഇവിടെ പ്രത്യേകം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അത് എന്ത് പച്ചക്കറി ആയാലും കൊള്ളാം, ചെറുതും വലുതുമായ എന്ത് പച്ചക്കറിയും ഇവിടെ ഉൽപ്പാദനം ഉണ്ടായിരുന്നു. കൃഷി നഷ്ടമായത് കൊണ്ടും പിന്നെ അത് ആ 25 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പന്നി ശല്യം ഉള്ളതുകൊണ്ട്, കാട്ടുപന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് അവിടെ ഒരു സാധനവും കൃഷി ചെയ്യാൻ പറ്റാത്തൊരു പരുവത്തിൽ ഇപ്പം ഇരിക്കുകയാണ്. ആ സ്ഥാനത്താണ് പറയുന്നത് ഇതേപോലെ ആൾക്കാരെ കൊണ്ടുവന്ന് പറ്റിക്കുന്നത്. എന്നോടൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോഴല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ സഹതാപം തോന്നുന്നത്. ഇത് ശാന്തിഗിരിയുടെ കൃഷി സ്ഥലത്ത് ഉണ്ടാക്കണതാണല്ലേ, പ്യൂർ പച്ചക്കറി ആണല്ലേ. കാരണം അത്തരത്തിലാണ് പച്ചക്കള്ളങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവർ. ഈ മഞ്ഞ വേഷം ഇട്ടുണ്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ഇവന്മാർക്ക് ശരിക്കും പറഞ്ഞാലോ അല്ലെ കിളക്കാൻ പോയിക്കൂടെ എന്ന് ഞാൻ ആലോചിക്കണത്. ഇത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇയാളെ കൊണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഭീമൻ രഘുചേട്ടനെ കൊണ്ടുവന്നിട്ട് ഈ പറയിപ്പിക്കുകയാണ്. നല്ല ഇതാണ്, മറ്റതാണ്, മറിച്ചാണ്.
കഷ്ടം തന്നെയാണ് ഇവരുടെയൊക്കെ കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വൺ കണക്ട് എന്ന് പറയുന്ന സംഭവം, അതിൻ്റെ ഞാൻ ഈ കമൻറ്റിൽ കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ മൊത്തമായിട്ട് കേൾക്കുക. കാരണം അത് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക് കൊണ്ടുവന്നിട്ട് ഇത് ഇവർക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്യുന്ന ഏതൊരു ചാനലാണ് ഇത് പ്രത്യേകം കൊടുക്കുന്നത്. കാരണം നമുക്ക് എന്താ പറയുക, ആദ്യത്തെ ഇത് തന്നെ ആ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ആളുടെ ആ അഭിമുഖം കാണുമ്പോൾ, അഭിമുഖം ഒരു പത്രസമ്മേളനം പോലെ കാണുന്നതിൻ്റെ മുമ്പിൽ ഇവരുടെ മൈക്ക് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന് ഇത്രയും വിശാലമാക്കുന്നതിനാണെങ്കിൽ അതെങ്കിൽ വലിയ ചാനലുകളെയൊക്കെ വിളിച്ചിട്ട് ഒരു വലിയ പത്രസമ്മേളനം നടത്തേണ്ടതല്ലേ. ശാന്തിരി ഇങ്ങനെ മഹത്തായ ഒരു സംഭവം ചെയ്യുന്നു. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് ആൾക്കാരെ അറിയുകയും വേണം എന്നാൽ കൊടുക്കുകയും ചെയ്യരുത്. മനസ്സിലായില്ലേ? അപ്പം ഇനി നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഈ വർഗീസ് കുര്യനെയൊക്കെ കൊണ്ടുവന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്യിച്ചത്. ബീഹാറിലുള്ള ഒരു വ്യവസായിയാണ്, അദ്ദേഹത്തിനെ കൊണ്ടുവന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത വേളയിൽ കുറേ ഓണക്കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓണക്കിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ വിശ്വാസികൾക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ വിശ്വാസികൾക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും അവർക്ക് പ്രത്യേകം പറഞ്ഞിട്ട് ഇതൊരു പ്രഹസനമാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ പേരിൽ തന്നെ വിശ്വാസ സമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം പിരിച്ചിട്ടുണ്ടാവും. ഇപ്പം മനസ്സിലായി, പലരും ഇന്ന് ഓണക്കിട്ട് വിതരണം ചെയ്യണം, അതുകൊണ്ട് പണം വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് പിരിവാടത്തിലുണ്ട്. അതുകൂടാതെ എന്താ പറയുക, ആ വ്യവസായിനെ പറ്റിച്ചിട്ടുണ്ടാവും. ഇത്രയും അവരെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്, അവരും കൂടി ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച അതിൻ്റെ വീഡിയോ ഞാൻ 4ാമത്തെ കമൻ്റായിട്ട് ഇവിടെ താഴെ ഇടാം, അല്ലെങ്കിൽ കയറി നോക്കിയാൽ മതി നിങ്ങൾ. അപ്പം ഈ ഒരു ഓണക്കാലം എങ്ങനെയും ആൾക്കാരുടെ പിഴിഞ്ഞ് മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യാൻ വേണ്ടി അവർ ജീവിക്കുന്നതാണ്. ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുകയും കച്ചവടം ചെയ്യാൻ വേണ്ടി ജീവിക്കുകയും. ഇവരതല്ല, ആത്മീയതേനെ ഏതെല്ലാം രീതിയിൽ മുതലെടുക്കാൻ പറ്റും ആ രീതിയിലെല്ലാം മുതലെടുക്കാൻ വേണ്ടി ഒരു ഇതാണ്. ഇനി ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? ഈ പ്രഹസനം മൊത്തം ഇവർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതായത് പ്രസാദ് എന്ന് പറയുന്ന പ്രസാദം ഒരു പദ്ധതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പം ആ പ്രസാദം എന്ന പദ്ധതിയിൽ അത് ഇന്ത്യ ഒട്ടാകെ കൊടുക്കുന്നതാണ്. നൈപുണ്യ വികസനം, അതിൻ്റെ എന്താ പറയുക ജലസേചനം, അങ്ങനെ ഒരുപാട് ഇതേപോലെ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിനാണ് കിട്ടിയേക്കുന്നത്. അത് 2016-17 കാലഘട്ടത്തിൽ 40 കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് പൈസ. മനസ്സിലായോ? അപ്പം അതുപോലെ ഇവിടെ 350 കോടിക്കാണ് ഇവർ പ്രോജക്റ്റ് തയ്യാറാക്കിച്ചേക്കുന്നത്. അതും 350 കോടി എന്ന് പറയുമ്പോൾ 35 ലക്ഷം രൂപ കൊടുത്തതായിട്ട് കാണിച്ച പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരാൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ DPR അത് ഞാൻ ലിങ്കിൽ ഇത് ചെയ്യാം. 6ാമതായിട്ട് ഈ കേരള സംസ്ഥാന ടൂറിസം മന്ത്രിയായ വിഷ്ണുനാഥിന് കൊടുത്തു. മനസ്സിലായോ? അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തതിൻ്റെ ആ ഒരു ലിങ്ക് എന്നുവെച്ചാൽ DPR ഡെയിലി ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്, അതാണ് DPR എന്ന് പറഞ്ഞാൽ. അങ്ങനെ കൊണ്ടേ കൊടുത്തിട്ട് അവർ കാത്തിരിക്കുകയാണ്. അപ്പം കാത്തിരിക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കാണിക്കണം. എങ്ങനെ? ജനോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ചാരിറ്റി ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചിട്ട് വേണം അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും. മനസ്സിലായില്ലേ? അതൊക്കെ ഉൾപ്പെടുത്തി പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് ശാന്തിഗിരി വ്യാഴാഴ്ച പ്രാർത്ഥന, മാസപ്രാർത്ഥന, പൗർണമി പ്രാർത്ഥന, ചോദ്യപ്രാർത്ഥന, അങ്ങനെ ഓരോ ഫങ്ഷൻസുകളും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആഘോഷങ്ങളുണ്ട്. അപ്പം അതിൽ ഒരു വിശ്വാസി ഇവരോട് പറഞ്ഞു കൊടുക്കണേന്ന് നമുക്ക് 250-ൽ പരം പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്, വ്യാഴാഴ്ച പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ മാസപ്രാർത്ഥന ഗ്രൂപ്പുകളുണ്ട്. അപ്പം അതിലൂടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനൊരു വിശ്വാസിയാണ്, ഈ പ്രാർത്ഥന വെക്കും. പ്രാർത്ഥന വെച്ചിട്ട് ആ പ്രാർത്ഥനയിൽ നമ്മൾ ചിലവാക്കുന്ന പൈസയുടെ ബില്ല് ആശ്രമത്തിൽ കൊടുക്കണം. പോയിന്റ് മനസ്സിലാക്കണം. അതിലൊരു ഭയങ്കര ഒരു ഇതുള്ളതാണ് ആ പോയിന്റിൽ. നമ്മൾ സാധാരണ രീതി കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലായില്ല. ഇച്ചിരി വിശാലമായിട്ടത് കേട്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതായത് ഈ വ്യാഴാഴ്ച ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ വോയിസ് ഇടാം. ഈ പ്രാർത്ഥനകൾ ഇപ്പം എൻ്റെ വീട്ടിൽ നടക്കുന്ന പ്രാർത്ഥനകൾ ഞാൻ ഇതിൻ്റെ ബില്ല് ഞാൻ പൈസ മുടക്കിയിട്ട് ഇതിൻ്റെ ബില്ല് ആശ്രമത്തിൽ കൊടുക്കും. അപ്പോൾ പൈസ മുടക്കി ആരാൻ ഞാൻ ബില്ല് ആർക്ക് കൊടുക്കും? ആശ്രമത്തിന് കൊടുക്കും. ആശ്രമം എന്ത് ചെയ്യും? ഈ ബില്ലെല്ലാം പലരുടെയിൽ നിന്ന് കൂട്ടി വെച്ചിട്ട് ആശ്രമം ഇത് എന്താ പറയുക പ്രസൻറ്റ് ചെയ്യും, കണക്ക് കാണിക്കും. കണക്ക് കാണിച്ചിട്ട് എവിടെ നിന്നെങ്കിലും ഫണ്ട് വരുമ്പോൾ ഈ ഫണ്ട് എന്ത് ചെയ്യും? ഈ ചിലവാക്കിയ ആൾക്കാർക്ക് കൊടുക്കത്തില്ല. ഇത് ഗുരുരത്നൻ്റെയും അമൃതയുടെയും സ്വകാര്യ അക്കൗണ്ടിലേക്ക് പോകും. മനസ്സിലായി? അവരുടെ ബിനാമികളുണ്ട്, അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് ഇവർക്ക് യഥേഷ്ടം ഉപയോഗിക്കുന്ന രീതി. കാരണം
ആശ്രമം ഒരു കറവ പശുവാണ്. ആശ്രമത്തിൻ്റെ മറവിൽ ആശ്രമം എപ്പോഴും നഷ്ടമായിരിക്കും. അതിൻ്റെ വസ്തുവള വിൽക്കും, സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്, അവിടെ എന്താ പറയുക ജോലി ചെയ്യുന്നവർക്ക് എന്നും കഷ്ടതകളാണ്. മനസ്സിലായി? അവരെ ഇട്ടിട്ട് പോകണം. എന്നിട്ട് ഇവരുടെ ജോലിക്കാർ മാത്രം ഇവിടെ വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആൾക്കാർ, അല്ലാതെ അവിടെ ഗുരുവിനെ സ്നേഹിക്കുന്നവരോ പിന്നെ ഈ ഗുരുവിൻ്റെ ആശയം നടപ്പാക്കുന്നവരോ ഒന്നുമല്ല. അല്ലാതെയുള്ള ഇതുപോലെയുള്ള ആൾക്കാർ വെച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നോ അവരെന്ത് പറയുന്നോ അത് ചെയ്യണം, അത്രയേ ഉള്ളൂ. പണിയാർ മാത്രം. അപ്പം ഇങ്ങനെ ബില്ലുകൾ ഒരുപാട് വരുമ്പോൾ ആ ബില്ലുകൾ അദ്ദേഹം ആ കണക്ക് പറയുന്നുണ്ട്, ഓരോ ഡീറ്റെയിൽ ആയിട്ട് കണക്ക് പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയും ബില്ലുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പണം ഇവിടെ നിന്ന് മാറ്റാം. മനസ്സിലായോ? അത് ആരും ചോദിക്കത്തില്ല. കാരണം ഈ 2016 കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 5.5 കോടി രൂപയാണ് അന്ന് ഈ ആയുർവേദ മെഡിക്കൽ കോളേജിലും സിദ്ധ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടണം. ഡൊണേഷൻ മാത്രം, അക്കൗണ്ടബിൾ അല്ല ഡൊണേഷൻ. ഞാൻ 2 സീറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ബന്ധുക്കൾക്കും. പിന്നെ എന്താ പറയുക, എൻ്റെ ബന്ധുക്കൾക്ക് 2 സീറ്റും പിന്നെ വേറൊരു കുട്ടിക്ക് ഞാൻ 1 സീറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് ഡൊണേഷൻ കൊടുത്തത് എങ്ങനെയാണ് അക്കൗണ്ടബിൾ അല്ലാതെ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുത്താണ്. അതിനൊരു റെസീപ്റ്റും തരത്തില്ല, ഒന്നും തരത്തില്ല. മനസ്സിലായ? അപ്പം ഈ 5.5 കോടി രൂപ ലിക്വിഡ് മണി, 5.5 കോടി ഏകദേശമാണ് ഞാൻ പറയുന്നത്, അതിന് മേളിലേക്ക് പോവുള്ളൂ. കാരണം സീറ്റ് ഗവൺമെൻറ് കോട്ടയിലുണ്ട്, മാനേജ്മെൻറ്റ് കോട്ടയുണ്ട്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ കോട്ടയിൽ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റാണ് ഞാൻ പറയുന്നത്, 5.5 കോടി രൂപ എന്ന് കുറഞ്ഞത്. അപ്പം ഈ ഫണ്ട് മൊത്തം പോകുന്നത് ഗുരുരത്നൻ്റെ കരങ്ങളിലേക്കാണ്. കാരണം ഗുരുരത്നന് ഇവിടെ പണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഗുരുരത്നന് ഒരു പേടിയുണ്ട്, അവൻ്റെ പിടിയിൽ നിന്ന് വിട്ടുപോകുന്നത്. കാരണം വിദ്യാഭ്യാസം കുറവാണ്. അവനായാലും കൊള്ളാം, മൃതജന്യ എന്ന് പറയുന്നവർക്കായാലും കൊള്ളാം, വിദ്യാഭ്യാസം കുറവുള്ളതുകൊണ്ട് വിദ്യാഭ്യാസം കൂടുതലുള്ള ഈ സന്യാസിമാരെന്ന് പറയുന്നവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വതന്ത്രമായിട്ട് പണമുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ആർക്കും കൈകാര്യം ചെയ്യാം. ഇതിനെ എന്നും കടക്കണിയിലാക്കിയിട്ട് ഇവർ ഈ ഫണ്ട് മാറ്റി സൂക്ഷിച്ചു വെച്ചിട്ട് ഇതിനെന്തെങ്കിലും ക്ഷീണം വരുമ്പോൾ അവരുടെ ഫണ്ടിൽ നിന്ന് ഇവിടെ ഇടും, എന്നിട്ട് അപ്പം തന്നെ വലിക്കും, അല്ലെങ്കിൽ അത് പലിശക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കും. അതിനാ ബിനാമികളുണ്ട്, ഓരോ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടിയും വളരെ ഏൽപ്പിച്ചിട്ട് അവർ മാസം മാസം ആ ഫണ്ടിങ്ങിനെ വലിച്ചിട്ടിരിക്കും. അപ്പം എന്നും അവരുടെ സ്ഥാനം സുരക്ഷിതമാക്കാനാണ് അവർ ആ പരിപാടി ചെയ്യുന്നത്. ഒന്നത്. രണ്ടാമെന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും എന്താ പറയുക, ആശ്രമത്തിൻ്റെ പണം എപ്പോഴും അവരുടെ കയ്യിൽ കിടക്കും. അതിന് പല കള്ളത്തരങ്ങളും കാണിക്കും. എന്നിട്ട് ഈ 350 കോടിക്ക് വേണ്ടിയാണ് ഇപ്പം ശ്രമിക്കുന്നത്. 350 കോടിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2015, 12, 13 കാലഘട്ടത്തിലും 13, 14, 15, 16 വരെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി കൺവെൻഷൻ സെൻ്റർ എന്ന് പറഞ്ഞൊരു ബിൽഡിങ് വലിയ പ്രോജക്റ്റായിരുന്നു, 10 കോടി രൂപ പ്രോജക്റ്റായിരുന്നു സർക്കാർ ഫണ്ട് അനുവദിച്ചത്. ഇത് 3 കോടി രൂപ പാസ്സാകുകയും 3 കോടിയിൽ 1,65,00,000 രൂപ കൈപ്പറ്റുകയും ചെയ്തു. അതിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായി? അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും സഹിതം. അതിൻ്റെ അവസ്ഥ, ആ ബിൽഡിങ്ങിൽ കെട്ടാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇന്ന് കിടക്കുന്ന അവസ്ഥ അന്ന് എങ്ങനെ കിടന്നോ അതുപോലെ തന്നെയാണ്. ആ പോർഷൻ ഞാൻ കാണിച്ചു തരാം എവിടെയാണ്. കാരണം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, മെയിൻ റോഡിൽ നിന്ന് കയറുന്ന പുതിയ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇടതുവശത്താണ് ഈ ബിൽഡിംഗ് പണിയാനായിട്ട് ഉദ്ദേശിച്ചത്. ശാന്തിഗിരി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ 1,65,00,000 രൂപ മേടിച്ചിട്ട് അത് ആവിയായിപ്പോയി. മനസ്സിലായോ? എന്തൊക്കെയോ കള്ളക്കണക്കുണ്ടാക്കി കൊടുത്തു, അന്വേഷണം വരില്ലെന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ നമുക്ക് കാലം തെളിയിക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ 350 കോടിയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 35 ലക്ഷം രൂപ കൊടുത്തെന്നുള്ളതാണ് എൻ്റെ അറിവ്. ആ പ്രോജക്റ്റ് ഉണ്ടാക്കിയ ആൾക്ക് അത് അദ്ദേഹത്തിന് 35 കിട്ടിയിട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയാം. കണക്കിൽ 35 കാണിക്കും, ഇത് ബാക്കി ഇവരുടെ വേറെ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഈ ബില്ലുകളെല്ലാം ഇവരവിടെ സബ്മിറ്റ് ചെയ്തിട്ട് അത്രയും ഫണ്ട് ഇവരടിച്ചു മാറ്റും. ഗുരുരത്നും അമൃതയും അവരുടെ ഉപജാപ വൃന്ദങ്ങളും. മനസ്സിലായോ? അതുകൊണ്ടാണ് ആശ്രമം കടക്കണിയിലായിട്ടും ആശ്രമത്തിന് നിവൃത്തിയിലായിട്ടും ആൾക്കാരെ പറ്റിച്ചിട്ട് ഇവർ സത്യം പറഞ്ഞ് ഇതൊന്നുമല്ല ചെയ്യേണ്ടത്, കിറ്റ് കൊടുക്കലൊന്നുമല്ല. ഇവർ ഒരുപാട് പേരുടെ കിടപ്പാടങ്ങളും സ്ഥലങ്ങളും ഗുരുവിൻ്റെ സ്ഥലങ്ങളും വരെ വിറ്റിട്ടുണ്ട്. മനസ്സിലായ? അപ്പം കിടപ്പാടം ഇല്ലാതെ വന്നിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊരു 10 വീട് വെച്ച് കൊടുക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അതേസമയത്ത് നമ്മൾ ഗുരുധർമ്മ സംരക്ഷണ സംഘം ഈ വർഷം ഗുരുവിൻ്റെ ജന്മജയന്തിക്ക് ഒരു എന്താ പറയുക പ്രോജക്റ്റായിട്ടാണ് ഈ വീടിൻ്റെ ഒരു പ്രോജക്റ്റ്. പാവപ്പെട്ട ഒരാൾക്ക് ഒരു വീട് അത് കൊടുക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവർക്കായിരിക്കും അത് കൊടുക്കുന്നത്. അത്
നമ്മളുടെ ആശയമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവിന് ചീത്തപ്പേരുണ്ടാക്കുന്ന, ഗുരുവിന്റെ പേരിൽ ഇവർ പറ്റിച്ചു മേടിച്ച ആരെങ്കിലും, എന്തെങ്കിലും വസ്തുവകൾ പറ്റിച്ചു മേടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഗുരുവിന്റെ പേരിൽ ഈ കള്ളന്മാരുണ്ടാക്കി വെക്കുന്ന, ഈ അമൃതായാലും കൊള്ളാം, ഗുരുരത്നായാലും കൊള്ളാം, ഇവരുണ്ടാക്കി വെക്കുന്ന കള്ളവും ചതിയും വഞ്ചനയും ഗുരുവിന്റെ ആ ഒരു ഇതിൽ വരരുത്, പേരുദോഷം വരരുത്, പ്രസ്ഥാനത്തിന്റെ ഒരു പേരുദോഷം വരരുത്. മനസ്സിലായില്ല? അതുകൊണ്ടാണ്. അപ്പം ഞാൻ ആ വോയിസ് ഒന്ന് കേൾപ്പിക്കാം. ആ വോയിസ് ഒന്ന് കേൾക്കുക. അത് ഫുള്ളായിട്ട് ഇടാൻ ഞാൻ, കാരണം അത് കേൾക്കേണ്ടതാണ്. ആ വോയിസ് അത് ഏകദേശം 4.5 മിനിറ്റ് ഉണ്ട്. എനിക്ക് നമ്മുടെ ഒരു ആത്മീയ താഴ്ച എന്നാണ്. അത് ഒന്ന് കേൾക്കുമോ? സദ്ഗുരുവേ ശരണം. നമുക്ക് കേരളത്തിൽ മാത്രം 250 വ്യാഴാഴ്ച പ്രാർത്ഥനാ ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഒരു മാസം സാധാരണയായി 4 വ്യാഴാഴ്ച പ്രാർത്ഥനകളാണ് നടക്കുന്നത്. ഒരു വർഷത്തിൽ 5 മാസത്തിൽ 5 വ്യാഴാഴ്ച പ്രാർത്ഥനകൾ വരും. അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ 13,250 വ്യാഴാഴ്ച പ്രാർത്ഥനകൾ ഒരു വർഷം നടക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്ക് ആവറേജ് 250 രൂപയാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ 33,12,500 രൂപ നമ്മുടെ പരമ്പര വ്യാഴാഴ്ച പ്രാർത്ഥനകൾക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. മാസപ്രാർത്ഥനയുടെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് കേരളത്തിൽ മാത്രം 95 മാസപ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. 95 മാസപ്രാർത്ഥനകളാണ് നടക്കുന്നത്. ഒരു മാസപ്രാർത്ഥനയുടെ ഒരു ആവറേജ് ചെലവ് എന്ന് പറയുമ്പോൾ 1,500 കണക്കാക്കിയാൽ, അതിൽ കൂടുതലുണ്ട് കുറഞ്ഞതുണ്ട്. ആവറേജ് 1,500 കണക്കാക്കിയാൽ ഒരു വർഷം എന്ന് പറയുമ്പോൾ 16,56,000 രൂപ മാസപ്രാർത്ഥനകൾക്ക് വേണ്ടി നമ്മുടെ പരമ്പര ഒരു വർഷം ചെലവാക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം മാസപ്രാർത്ഥനയും വ്യാഴാഴ്ച പ്രാർത്ഥനയും കൂടി ചെലവ് എന്ന് പറയുമ്പോൾ 49,68,500 രൂപ, അതായത് 50 ലക്ഷം രൂപ തന്നെ. 50 ലക്ഷം രൂപ നമ്മുടെ പരമ്പര പ്രാർത്ഥനകൾക്കായിട്ട്, വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്കും മാസപ്രാർത്ഥനയ്ക്കുമായിട്ട് നമ്മുടെ പരമ്പര ചെലവഴിക്കുന്നുണ്ട്. 2 വർഷത്തേക്ക് ഇത് 1 കോടി രൂപയാണ്. 10 വർഷം എടുത്തു കഴിഞ്ഞാൽ 5 കോടി രൂപ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ വീടുകളിലൂടെ ഈ സമൂഹത്തെ നന്നാക്കുന്ന വലിയ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും വലിയ തുക, 50 ലക്ഷം രൂപ ഒരു വർഷം നമ്മൾ ചെലവഴിക്കുമ്പോൾ ഇത് എവിടെയും നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയാണിത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് അക്കൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കണക്കുകളൊക്കെ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ CSR ഫണ്ടൊക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്കായി വലിയ തുക ഗ്രാൻഡായിട്ടും അതുപോലെ തന്നെ നമുക്ക് ടാക്സ് എക്സംഷനായിട്ടും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓരോ വീട്ടിലെയും ആത്മബന്ധുക്കൾ ചെലവഴിക്കുന്ന തുക, അത് ഇത്രയും വലിയ ഒരു തുകയാണ് ഒരു വർഷത്തേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റർമാർ ഈ ഓരോ വ്യാഴാഴ്ച പ്രാർത്ഥന നടക്കുമ്പോഴും മാസപ്രാർത്ഥന നടക്കുമ്പോഴും തന്നിരിക്കുന്ന വൗച്ചറിൽ കൃത്യമായി എൻട്രി ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി പ്രാർത്ഥന നടക്കുന്ന ഗൃഹസ്ഥന് നൽകുകയും, അടുത്ത കോപ്പി എന്ന് പറയുമ്പോൾ അത് ഒരു ഫോട്ടോ എടുത്ത് അതാത് ഏരിയയിലെ അക്കൗണ്ടന്റിന് അയച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ കൃത്യമായി ഇത് അക്കൗണ്ട് ചെയ്യിക്കണം. അതിൽ എല്ലാ കോർഡിനേറ്റർമാരും ശ്രദ്ധ വെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. നമ്മുടെ പരമ്പരയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് ചെലവഴിക്കുന്ന തുക നമുക്ക് കറക്റ്റായിട്ട് അക്കൗണ്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് സമർപ്പിക്കണം. ഇത്രയും വലിയൊരു തുകയാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കോർഡിനേറ്റർമാരും
ഇത് വളരെ ഗൗരവത്തോടെ എടുക്കണമെന്ന് ഗുരുനാമത്തിൽ അറിയിക്കുകയാണ്. സദ്ഗുരുശരണം. കേട്ടില്ലേ? ഇത് കേൾക്കുമ്പോൾ തോന്നും എന്തോ മഹത്തായ കാര്യങ്ങളാണ് ഈ സമൂഹത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നതെന്ന്. മനസ്സിലായോ? അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥന നടത്തുന്നത്, നമ്മുടെ സ്വകാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നടത്തുന്നത്. ഇതൊക്കെ അക്കൗണ്ട് വഴിയൊക്കെ നല്ലതാണ്, അതൊന്നും ചെയ്യേണ്ടെന്നല്ല. പക്ഷേ ഇതിൽ എങ്ങനെ പണം അടിച്ചു മാറ്റാം, കമന്ന് വീണ കാപ്പണമെന്നും പറഞ്ഞാണ് ഗുരുരത്നം അമൃതായൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ സമൂഹത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ബില്ലുകളൊക്കെ ഇവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് സുഖമായിട്ട് പണം ഉണ്ടാക്കിക്കോളും. മനസ്സിലായി? ആശ്രമത്തിൽ സമർപ്പിക്കുന്നതിനുള്ള സമർപ്പിച്ചില്ലെങ്കിൽ പോലും ഇവർ ഏതെങ്കിലും വസ്തു വിറ്റിട്ടെങ്കിലും ആ പണം അവരടിച്ചു മാറ്റി ആശ്രമത്തിൻ്റെ. മനസ്സിലായി? കാരണം ഇതൊരു ബാധ്യതയായിട്ടാണല്ലോ വരുന്നത്. ആശ്രമം ചിലവാക്കിയിട്ടായിരിക്കും ഇത് വരുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ആ ബാധ്യത തീർക്കാൻ വേണ്ടി ഗുരുവിൻ്റെ പേരിലും പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള സ്ഥലങ്ങൾ വിൽക്കുക, വിറ്റിട്ട് അവരങ്ങനെ അടിച്ചു മാറ്റും. മനസ്സിലായി? ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? വിശ്വാസമൂഹം ഒരു കാര്യം ചെയ്യണം. വിശ്വാസമൂഹം ഇവർക്ക് വേണ്ടി, കാരണം വെച്ചാൽ ചന്ദ്രൂർ ജന്മകത്തിൽ ചോദ്യ തീർത്ഥയാത്ര പൗർണമി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അടുത്തത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? അവിടെ തട്ടം വെച്ച് പണം പിരിക്കുക എന്നുള്ളതാണ്. എല്ലാ മാസവും തട്ടം വെച്ച് പണം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് പരിപാടി. മനസ്സിലായേ? അവിടെ മമ്മൂട്ടിനെ കൊണ്ടുവന്ന് 40 ലക്ഷം രൂപ ഒരു ഗുരുമാർഗ പ്രകാശിപ്പോൾ ചന്ദ്രൂർ ജയന്തി നടത്തിയപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി, അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി മമ്മൂട്ടിനെ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് അമൃതാജന്യ എന്ന് പറയുന്നവർ 2019 അവിടെ എവിടെയോ കൊണ്ടുവന്നൊരു കല്ലിട്ട് ജന്മഗത സമുച്ചയത്തിന് വേണ്ടി അതിൻ്റെ ഫണ്ട് ഇന്നും പിരിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായ? അതിൻ്റെ പേര് ഫണ്ട് പണം പിരിക്കുന്നു, സ്വർണം പിരിക്കുന്നു, സ്ഥലം പിരിക്കുന്നു, തടി പിരിക്കുന്നു, ചെമ്പ്, ഓട്ടുപാത്രം, പിച്ചള എല്ലാം പിരിക്കുന്നു. എല്ലാ സകല സാധനവും പിരിക്കുന്നതിന് വേണ്ടി. നിങ്ങളുടെ ചട്ടിങ്കൽ ഉണ്ടെങ്കിൽ അത് മതി എന്നാണ് പറയുന്നത്. അത് വിറ്റെങ്കിലും ഞങ്ങൾ ആ ഫണ്ടിലേക്ക് എടുത്തോളാന്ന്. മനസ്സിലായി? 100 കോടിയുടെ പ്രോജക്റ്റ് ആയിരുന്നു അത്. ഗുരുവിൻ്റെ ജന്മഗൃഹം പൊളിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത കേസിൽ ജന്മഗൃഹം പൊളിക്കരുതെന്ന് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായത്? അത് ഗുരു പറഞ്ഞേക്കുന്നത് കൊണ്ട് നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. അത് ഏതറ്റം വരെ പോയാലും കൊള്ളാം, അത് നിലനിർത്തുക തന്നെ ചെയ്യും. അത് വേറെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത വരാൻ പോണത് വിശ്വാസ സമൂഹം വീട്ടിൽ മേടിക്കുന്ന ആ സാധനങ്ങളുടെയും എല്ലാം അരി, ഉപ്പുമുളക് എല്ലാം ബില്ല് മേടിച്ചിട്ട് ആശ്രമത്തിൽ കൊടുക്കാൻ പറയും, അന്നദാനം നടത്തുന്നതിന് വേണ്ടി. ആശ്രമം എല്ലാ വീട്ടിലേക്കും അന്നദാനം നടത്തുന്നതായിട്ട് ചിലവ് കാണിക്കാൻ വേണ്ടി ഈ ബില്ലുകൾ, അതായത് അവർ ഡ്രസ്സ് മേടിക്കുന്നതും അവർ മീൻ മേടിക്കുന്നതും ഇറച്ചി മേടിക്കുന്നതും എല്ലാം ബില്ല് ആശ്രമത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കോടാനുകോടി രൂപ ഉണ്ടാവും അല്ലേ? എന്നാലോചിച്ച് നോക്കും. അപ്പോൾ ഈ 350 കോടി പ്രോജക്റ്റിന് അത് ഉപകാരപ്പെടും. മനസ്സിലായ? ഇവർ ഒന്ന് കാണാതെ ഒന്ന് ചെയ്യല. അപ്പോൾ ഇവർ ഈ കാണിക്കുന്ന പ്രഹസനങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഡിസ്കൗണ്ട്, ഈ പറയുന്ന കിറ്റുകൾ വിതരണം, ഡിസ്കൗണ്ട് എന്നൊക്കെ, ഇവർ വേറെ ഒരുപാട് സാധനത്തിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ലല്ലോ. ഇവരുടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വില കയറ്റി വെച്ചിട്ട് അതിന് കുറച്ച് കൊടുക്കും. മനസ്സിലായോ? പിന്നെ ഇവരുടെ ഒരു സാധനവും ഇവരുടെ പ്രോഡക്റ്റ് അല്ല, മരുന്ന് മാത്രം കുറച്ച് ഇവരുടെ പ്രോഡക്റ്റാണ്. ബാക്കി സകല സാധനങ്ങളും റീപാക്കിങ് മാത്രമാണ് ഇവർക്കുള്ളത്. ഇവർക്ക് ലേബർ ഓഫീസിലും മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലും പല സ്ഥലത്തും ഞാൻ വിവരാവകാശം വെച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ ഇവരുടെ പേരിലുള്ള സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ പേരിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ്. കടലാസ് കമ്പനികളെന്ന് പറയില്ല എന്ന് പറഞ്ഞതുപോലെ സകലമാന രേഖകളിലും ഉടായ്പാണ്. സത്യം, നീതി, ധർമ്മം എല്ലാം പുലർത്തുന്ന ഒരു സ്ഥാപനമാണെന്ന് പറയുകയും ഏറ്റവും കൂടുതൽ വലിയ ക്രിമിനലായിട്ട് അവിടെ കുത്തിയിരിക്കുന്ന അമൃതാജന്യ എന്ന് പറഞ്ഞവരാണ്. അതിനെ കുടപിടിക്കാനായിട്ട് രാഷ്ട്രീയക്കാരെ, മാധ്യമങ്ങളെയും പോലീസ് സംവിധാനത്തെയൊക്കെ കുറച്ച് പേരെയൊക്കെ കയ്യിലെടുത്ത് ഈ ഗുരുരത്നൻ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. മനസ്സിലായ? ഇവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കെട്ടുകളും. അങ്ങനെ ഏതെങ്കിലും ഓഫീസർമാർ ഇവരൊക്കെതിരെ വരികയാണെങ്കിൽ അവർക്കൊരു പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അവരെ വീട്ടിൽ കൊണ്ട് എന്തെങ്കിലും കൊടുക്കും, പൈസ കൊടുക്കും, അല്ലെങ്കിൽ അവരങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് വലിയ ലാഭം ഉണ്ടാകും. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ വൺ കണക്ട് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രസാദം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആ പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടി ഇവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. മനസ്സിലായോ? കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് അങ്ങനെ കിട്ടൂല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഊടായ്പ പരിപാടികളൊന്നും കൊണ്ട് അവിടെ നിന്ന് ഫണ്ട് മേടിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് ചെയ്യുന്നവരെ നിരീക്ഷിച്ച് അതിനുവേണ്ട
രീതിയിൽ പഠിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇത് കൃത്യമായിട്ട് ഇത് രാജ്യത്തിനും ഈ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് കിട്ടും. അത് കിട്ടാനായിരുന്നെങ്കിൽ ഈ 1,65,00,000 രൂപ സർക്കാർ ഫണ്ട്, ഈ കൺവെൻസ് ശാന്തിഗിരി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ സർക്കാർ ഫണ്ട് ഇതുപോലെ കളയത്തില്ലായിരുന്നു. മനസ്സിലായ? അത് നശിപ്പിക്കത്തില്ലായിരുന്നു, ഇവർ അടിച്ചു മാറ്റത്തില്ലായിരുന്നു. മനസ്സിലായി? കള്ളക്കണക്കുണ്ടാക്കി കൊടുക്കലല്ല കാര്യം. ഇതൊക്കെ കള്ളക്കണക്കുകളാണ്. ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒരു വിശ്വാസിയുടെ കുടുംബത്തിൽ ദൈനംദിന ചിലവുകൾ ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ എത്ര ആയിരം രൂപയുണ്ടാവും. ആ 10,000 രൂപയുടെ ബില്ല് ഇവിടെ കൊണ്ടുപോകാൻ ഞങ്ങളത് എന്താ പറയുക, ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ആ ഫണ്ട് മേടിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായി? ഇനിയിപ്പോൾ അതായിരിക്കും വരാൻ പോണത്. അതാ പറഞ്ഞത്, പരമ്പരേനെ എങ്ങനെയെങ്കിലും ഊറ്റണം. എന്ന് വെച്ചാൽ രാജ്യത്തെ സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഈ നികുതി പണം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. ഇതൊക്കെയാണ് ഇവരെ ചിന്ത. അപ്പോൾ എന്താ പറയുക, നന്മ ചെയ്ത് നന്മ സമ്പാദിക്കും. അല്ലാതെ ഇതുപോലെ കൃത്രിമത്വത്തിലൂടെ, കള്ളത്തരത്തിലൂടെ, വഞ്ചനയിലൂടെ, ചതിയിലൂടെ പരമ്പരേനെയും ലോകത്തിനെയും ഗുരുവിനെയും എല്ലാം വിറ്റ് പണമാക്കുന്ന ഈ അമൃത ഗുരുരത്നൻ എന്ന് പറയുന്നവരുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ദുരാഗ്രഹം, ആർത്തി, പണത്തിനോടുള്ള അത്യാഗ്രഹം, ഈ സുഖലോലുപതയോടുള്ള അത്യാർത്തി, ഈ വേഷം ഇട്ടിട്ട് ഇവന്മാർ ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ഇതൊക്കെ ഊരി വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായി? ആൾക്കാരെ പറ്റിച്ചുകൊണ്ട്, ഒരുപാട് ആൾക്കാരെ ചതിച്ച് വഞ്ചിച്ച് കൊന്നൊടുക്കി എന്നുവെച്ചാൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇത്രയും നീചമായിട്ടുള്ള ഈ ലോകത്ത് വേറെ ആരും ഉണ്ടായി കാണില്ല. സൈലന്റ് കില്ലർമാരാണ് ഇവർ. മനസ്സിലായ? നമുക്ക് ആർക്കും തോന്നത്തില്ല, വെള്ള പുതച്ച് വളരെ സൗമ്യമായിട്ട് സംസാരിച്ച് ഒക്കെ പറയുമ്പോൾ ഇതല്ല ഇവര്. അത് അടുത്തറിയാവുന്നവർക്കറിയാം, അല്ലാത്തവർ അനുഭവത്തിലൂടെ പഠിക്കുമ്പോൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സദ്ഗുരു